ബാലഗോകുല പ്രതിവാര ക്ലാസുകളിൽ അമ്മമാരുടെ പങ്ക് വലുതായിരുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ധാർമ്മിക പഠനത്തിന് പോകണമെങ്കിൽ അത് ബാലഗോകുലായാലും കൊള്ളാം, ഏതെങ്കിലും ആശ്രമമായാലും കൊള്ളാം, മറ്റേതെങ്കിലും സങ്കേതമായാലും കൊള്ളാം, ഏറ്റവും വലിയ പങ്ക് അമ്മയ്ക്കും അച്ഛനും തന്നെയാണ്. അമ്മയും അച്ഛനും കുഞ്ഞിന് പ്രേരണ കൊടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്താലേ ഒരു പ്രായം വരെ കുഞ്ഞ് പോകൂ. അതിൽ നമ്മൾ പിന്നോക്കം പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോവില്ല. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കുറഞ്ഞു വരുന്നു. അരുത്. ഇരുളടഞ്ഞ വർത്തമാന കാലത്തെക്കുറിച്ച് പരിതപിച്ചിട്ടൊരു പ്രയോജനമില്ല. ഇന്നതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവൃത്തിയാണ് നമ്മളിൽ നിന്ന് വേണ്ടത്. ശ്രീകൃഷ്ണ ജയന്തി, ബാലദിനം, ശോഭയാത്രയ്ക്ക് പാലക്കാട് സംഖ്യ കുറഞ്ഞു വരുന്നു. പരിഹാരം എന്തായിരിക്കും? പരിഹാരം ഉള്ളവരൊക്കെ കൂടുക. പല സ്ഥലത്തും കാണുന്ന ഒരു പ്രതിഭാസം എന്താ വെച്ചാൽ ധാരാളം പേര് പങ്കെടുക്കുന്നുണ്ടാവും, പക്ഷെ ശോഭായാത്രയ്ക്ക് ശോഭ ഉണ്ടാവില്ല. എന്താ? ഒക്കെ കാഴ്ചക്കാരായിട്ട് നിൽക്കുക. ഇവിടുത്തെ കഥ അറിഞ്ഞിട്ട് പറയല്ല കേട്ടോ. കാഴ്ചക്കാരായി നിൽക്കണ്ടേ? നിന്നോളൂ. പക്ഷെ കാഴ്ചക്കാരായി നിന്നിട്ട് അവനവൻ്റെ അടുത്ത് ഒന്നിച്ച് കൂടണം, എന്നാലേ ശോഭ ഉണ്ടാവുള്ളൂ. നമ്മുടെ സാമൂഹികമായ ഒരു അസ്മിതാഭാവത്തിൻ്റെ പ്രകടനം കൂടിയാണിത് എന്ന കാഴ്ചപ്പാടോടുകൂടി, ഇത് വിജയിപ്പിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും അത്തരം കാര്യപരിപാടികളിൽ സംബന്ധിക്കണം. നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അങ്ങനത്തെ സംഘടിപ്പിക്കരുത്. ഒരു സമൂഹ മധ്യത്തിൽ അവയുടെ എണ്ണം കുറഞ്ഞാൽ അത് വലിയ ക്ഷീണമാണ് സാമൂഹികമായിട്ട്. അതുകൊണ്ട് ഓരോരുത്തരും അതിൽ പങ്കുചേരണം. കാഴ്ചക്കാരായി നിൽക്കരുത്. മറ്റുള്ളവരെ കാഴ്ചക്കാരാക്കിക്കാൻ നമുക്ക് കഴിയണം. ഇതിനെ വിമർശിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ ഒക്കെ കാഴ്ചക്കാരാക്കി മാറ്റാൻ. കാരണം ഇന്നത്തെ കാഴ്ചക്കാർ നാളെ പങ്കാളികളാകും. നേരെ മറിച്ച് ഒരു ശോഭയില്ലാച്ചാൽ ശരിയാവില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. പാലക്കാടിൻ്റെ പ്രശ്നമല്ല, ഇത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്.